ഉയർപ്പ് തിരുനാൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, 50 ദിവസത്തെ ത്യാഗപൂർണമായ നോമ്പിനും ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കും പരിഹാര കൃത്യങ്ങൾക്കുമെല്ലാം ശേഷം നാം ഇന്ന് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പ്രവേശിക്കുന്നു. തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് ഉയർപ്പ് തിരുനാളിനെ വിശേഷിപ്പിക്കുക. എല്ലാവർക്കും ഉയർപ്പ് തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. നമ്മുടെ കണ്ണുനീരിനും വേദനകൾക്കും നൊമ്പരങ്ങൾക്കും അപ്പുറം പ്രത്യാശയുടെ ഒരു ദിനമുണ്ട് എന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കരം പിടിച്ച് ഈശോ ഒപ്പമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. പ്രത്യാശയുടെ തിരുനാളാണ് ഈസ്റ്റർ. നമ്മുടെ സങ്കടങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഇനി ആരും കടന്നു വരില്ല എന്നുള്ള നൊമ്പരത്തിൻ്റെയും നിരാശയുടെയും ഇടങ്ങളിലേക്ക് അവൻ കടന്നു വരുമെന്നുമുള്ള പ്രത്യാശയാണ് ഉയർപ്പ് തിരുനാൾ. പ്രത്യാശ നഷ്ടപ്പെട്ട ഇന്നത്തെ ലോകത്തിൽ ഉദ്ധിതനെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നവരായി നമുക്ക് മാറാം. ഈ ഉയർപ്പ് തിരുനാളിൽ ഉദ്ധിതനായ ഈശോയെ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും സമ്പത്തിനും അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഈശോയെ നഷ്ടപ്പെടുത്തുന്നവരാകാതെ ജീവിതത്തിൻ്റെ നാഥനായി ഈശോയെ സ്വന്തമാക്കാൻ ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് അവസരമാകട്ടെ. ഉദ്ധിതനായ മിശിഹ നൽകുന്ന മറ്റൊരു വലിയ സമ്മാനം സമാധാനമാണ്. ഉയർപ്പിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം അവിടുന്ന് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. യുദ്ധവും കലഹങ്ങളും മൂലം സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ ഉദ്ധിതനായ ഈശോ നൽകുന്ന സമാധാനം ഏറ്റുവാങ്ങി ലോകത്തിന് പ്രദാനം ചെയ്യുന്നവരായി നമുക്ക് മാറാം. ലോകം മുഴുവൻ ഈ സമാധാനം സ്വീകരിക്കപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ തെളിവുകളായി അവതരിപ്പിക്കുന്നത് ഒഴിഞ്ഞ കല്ലറയും കച്ചയും തുവാലയുമൊക്കെയാണ്. എന്നാൽ ഇന്ന് ഈശോ ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ നാം ഓരോരുത്തരുമാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഉദ്ധിതനെ പ്രഘോഷിക്കുന്നതാകണം. നമ്മിലൂടെയാണ് ഇനി മറ്റുള്ളവർ ഈശോയെ അറിയുന്നത്. ആയതിനാൽ ഈശോ ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളായി സാക്ഷികളായി നമുക്ക് മാറാം. നമ്മുടെ കുടുംബങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ നാം കണ്ടുമുട്ടുന്നവരിൽ എല്ലാം ഈശോയെ നൽകുന്നവരാകാം. ഉദ്ധിതൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.